ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതിയുടെ അമ്മ രേവതിയെ വിളിച്ചിട്ട് നമ്മുടെ ശരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ പറഞ്ഞിരിക്കുവാണ്. അവൻ കോളേജിലൊന്നും പോകുന്നില്ല, ഏതു നേരം ആൻ്റണിയുടെ കൂടെ കറക്കമാണ്, മദ്യവും സിഗരറ്റും എല്ലാം അവൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. രേവതി പറയുന്നുണ്ട്, അമ്മേ അവൻ്റെ എല്ലാ ശീലങ്ങളും ഞാൻ ഇന്നത്തോടെ നിർത്തിപ്പിച്ചോളാം, ആൻ്റണിയെ ഞാനൊന്ന് കാണട്ടെ, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആൻ്റണിയെ കാണാൻ വേണ്ടി പോവാണ് ആൻ്റണിയുടെ ഓഫീസിലോട്ട്. അപ്പോൾ ആൻ്റണിയുടെ ഓഫീസിൽ ാണെങ്കിൽ ആൻ്റണി ഇങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, എവിടെയുടെ ഈ ശരത്ത്, ഇന്ന് ചിട്ടി പിരിക്കാനുള്ളതാ, അവനെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതി കലിതുള്ളി അകത്തോട്ട് കയറുവാണ്. എന്തിനാ ശരത്തിനെ അന്വേഷിക്കുന്നത്, അവൻ്റെ ജീവിതം തുലക്കാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണിയുടെ സുഹൃത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ ഞങ്ങൾ ഒരുപാട് തടയാൻ നോക്കി, പക്ഷെ കേൾക്കുന്നില്ല, തുള്ളി തുള്ളി ഇങ്ങോട്ടേക്ക് അകത്തോട്ട് കയറി വന്നതാന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, വിട്ടേക്കടാ, ഇത് നമ്മുടെ ശരത്തിൻ്റെ ചേച്ചിയല്ലേ, നമ്മുടെ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഹോ ഇങ്ങനെ ഓരോന്നും പറഞ്ഞാ നീ എൻ്റെ ശരത്തിനെ മയക്കി വെച്ചിരിക്കുന്നത്. എന്താ ചേച്ചി ഇത്, എപ്പം എന്നെ കണ്ടാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശരത്ത് എൻ്റെ ഫ്രണ്ടാന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ പിന്നെ ഒരു ഫ്രണ്ട്, നീ അവൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് അവൻ്റെ ജീവിതം മൊത്തം നശിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി കളിയാക്കുന്ന രീതിയിലും പറയുന്നുണ്ട്, ദേഷ്യത്തിലും പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇത്, വെറുതെ ചുറ്റി നടന്ന പയ്യന് ഞാനൊരു ജോലി കൊടുത്തു, മാസം വരുമാനവും കൊടുത്തു, എന്നിട്ട് ഞാൻ തന്നെ അവൻ്റെ ജീവിതം നശിപ്പിച്ചെന്നോ, ചേച്ചി എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുവാണ് ആൻ്റണി. കാശ് കൊടുത്തു കഴിഞ്ഞാൽ നീ വലിയ ആളായെന്നാണോ നിൻ്റെ വിചാരം, അവനിപ്പോൾ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങി, സിഗരറ്റ് വരെ വലിക്കാൻ തുടങ്ങി, നാണമില്ല ഇങ്ങനെ ഒരു ചെറിയ പയ്യൻ്റെ ജീവിതം നിനക്ക് നശിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടിത്തെറിക്കുവാണേ. അപ്പോഴേക്കും ആൻ്റണി പറയും, അയ്യയ്യേ എന്തൊരു കഷ്ടമാടാ ഇത്, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ മര്യാദക്ക് സംസാരിക്കുന്നത്, സിഗരറ്റ് വലിക്കാൻ അവന് തോന്നുന്നത് കൊണ്ട് അവൻ വലിക്കുന്നു, അതിന് എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം, നിങ്ങൾ പോയി നിങ്ങളുടെ അനിയനോട് ചോദിക്കുന്നത് ആൻ്റണി പറയുവാണ് രേവതിയോട്. എൻ്റെ അനിയൻ നല്ലവനായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും അവനെ അങ്ങനെ തന്നെയാണ് വളർത്തിയത്, നിൻ്റെ കൂടെ അവൻ എന്ന് ചേർന്നോ അന്ന് അവൻ ചീത്തായി പോയതെന്നൊക്കെ രേവതി വീണ്ടും പറയുവാണേ. അപ്പോഴേക്കും ആൻ്റണിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആൻ്റണി പറയുന്നുണ്ട്, ഓ അനിയൻ ചീത്തായി പോകുന്നുണ്ടെങ്കിൽ എടുത്തു കയറ്റി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്ക്, ഫ്രഷ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് രേവതിയെ. എന്താടാ നീ എന്നെ കളിയാക്കുവാണ് പൊറുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ചീത്ത പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ആൻ്റണിയെ. അപ്പോഴേക്കും ആൻ്റണിക്കും ദേഷ്യം വരുന്നുണ്ട്, ദേ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഞാൻ മര്യാദക്ക് സംസാരിക്കുന്നതെന്ന് ആൻ്റണിയും ചീത്ത പറയുവാണ് രേവതിയെ. കുറേ നേരമായി ഞാൻ ക്ഷമിക്കുന്നു, ഇവിടെ നിറങ്ങി പോടി എന്ന് പറഞ്ഞ് ആൻ്റണി പൊട്ടിത്തെറിക്കുവാണേ. അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരും, എടീന്നോ നിക്കടാ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ ചെരിപ്പൂരി അടിക്കും എന്ന് പറഞ്ഞിട്ട് കാലിൽ നിന്നും ചെരിപ്പൂരിയിട്ട് രേവതി ആൻ്റണിയുടെ അടുത്തോട്ട് പോവാണേ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആൻ്റണിയും കലിതുള്ളി സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട്, നീ എന്നെ അടിക്കാൻ വരുന്നോടി എന്ന് പറഞ്ഞിട്ട് രേവതിയെ പിടിച്ച് തള്ളുവാണേ. രേവതി വീഴുന്ന വീഴ്ചയിൽ അവിടെ സൈഡിലൊരു മൂല ഉണ്ടാവുക, ആ മൂലക്ക് പോയി തലക്കടിച്ച് വീഴുവാണേ. എന്നാലും അവിടെ നിന്ന് ആ വാശിയിൽ എഴുന്നേക്കുവാണ് രേവതി. എടാ ആൻ്റണി നിനക്കിടെ ഞാൻ വെച്ചിട്ടുണ്ടാന്ന് പറയുമ്പോഴേക്കും ആൻ്റണിയും പറയുന്നുണ്ട്, ദേ ശരത്തിൻ്റെ ചേച്ചിയായിപ്പോയി, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് രേവതിയെ വീണ്ടും അടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ സച്ചി കയറി വന്ന് ആൻ്റണിയുടെ ഗുണ്ടകളെ തള്ളി ആൻ്റണിയുടെ മേത്തോട്ട് ഇടുവാണേ. സച്ചിയെ കാണുന്നതും ആൻ്റണിയും രേവതിയും ഇങ്ങനെ നോക്കിയിരിക്കുവാണ്, കാരണം സച്ചി അവിടെ ആരും ആ സമയത്ത് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോഴേക്കും ആൻ്റണി എടാ സച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും സച്ചി കലിതുള്ളി, നീ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈ വെക്കുമല്ലേടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു പൊരിഞ്ഞടി നടക്കുവാണേ. പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈ വെക്കുന്നോടാ, ഓ നിന്റെ സ്വഭാവം പിന്നെ എനിക്കറിയാലോ, ആണുങ്ങളില്ലാത്ത നേരത്ത് പെണ്ണുങ്ങൾ മാത്രമുള്ള ടൈമിൽ വീട്ടിൽ കയറി പലിശ പിരിക്കുന്നവനല്ലേ നീ എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും തല്ലാൻ പോകുമ്പോഴേക്കും രേവതി പിടിച്ച് മാറ്റുന്നുണ്ടേ. വേണ്ട സച്ചിയേട്ടാ, ഇവനെയൊക്കെ തല്ലി അതിൻ്റെ നാണക്കേട് നമുക്കാന്നൊക്കെ പറയുവാണേ. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊക്കെ ഇവിടെ എത്തി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ശരത്ത് ഇവൻ കാരണമാണ് ചീത്തായി പോകുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്, പിന്നെ ഇവൻ കാരണം, നിന്റെ അനിയൻ എന്താ ബുദ്ധിയില്ലേ, അവനെന്താ ഓരോ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചൂടെ, വെറുതെ ആൻ്റണിയെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ സച്ചിൻ ചോദിക്കുവാണേ. ശരി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി സച്ചി പോകാൻ പോകുമ്പോഴേക്കും മേത്തിങ്ങനെ കൈ വെക്കുവേ. അപ്പോഴേക്കും സച്ചിയുടെ കൈ നനയുന്നതായിട്ട് ഫീൽ ചെയ്യും. സച്ചി നോക്കുമ്പോഴേക്കും സച്ചിയുടെ കൈ നിറച്ചും ചോര, രേവതിയെ തിരിച്ചു നോക്കുമ്പോൾ തലയിൽ നിന്ന് ഇങ്ങനെ ചോര വന്നുകൊണ്ടിരിക്കുവാണേ. അപ്പോഴേക്കും സച്ചി ചോദിക്കും, ഈ ആൻ്റണി നിന്നെ ഉപദ്രവിച്ചോ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ അതൊക്കെ വിടുമെന്ന് പറയുവാണ്. സച്ചി കലിതുള്ളി വീണ്ടും പോവാണ് ആൻ്റണിനോട്, എടാ നീ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈ വെച്ചല്ലേ? അപ്പോഴേക്കും ആൻ്റണി പറയും, ഞാൻ അവളെ പിടിച്ച് ചുന്തിയിട്ടു, നീ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണേ. സച്ചി വീണ്ടും ആൻ്റണിയെ പിടിച്ച് കുറേ അടിയടിക്കുവാണ്. ആൻ്റണിയുടെ കൈയും കാലും ഒക്കെ സച്ചി അവിടെ ഇട്ട് തല്ലി ഒടിക്കുവാണ്. ആൻ്റണി വേദന കൊണ്ട് ഇങ്ങനെ കരയുവേ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നീ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈ വെക്കുമല്ലടാ, നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, സച്ചേട്ടൻ എന്തിനാ അവനെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത്? എടാ ആൻ്റണി
ഇനി എൻ്റെ അനിയൻ്റെ കൂടെ കണ്ടാലുണ്ടല്ലോ എൻ്റെ സച്ചിയേട്ടൻ നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറയണം. സച്ചിയേട്ടൻ മാത്രമല്ല ഞാനും വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട്. സച്ചിയും വാണിങ് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോടാ, ഇനി രേവതിയുടെ അടുത്തോ രേവതിയുടെ കുടുംബത്തിൻ്റെ അടുത്തോ നിൻ്റെ ഒരു നിഴൽ പോലും പതിഞ്ഞ അതോടെ നീ തീർന്നടാ എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും ഒച്ചെടുക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ മതി സച്ചിയേട്ടാ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് പോവാണേ. ആൻ്റണിക്കാണെങ്കിൽ ഒന്നുകൂടെ പകയും വാശിയും കൂടിയിരിക്കുവാണ്. സച്ചി രേവതിയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടറിനോട് പറഞ്ഞത് വണ്ടിയിൽ നിന്നും രേവതി വീണതാണ്, അങ്ങനെയാണ് തലപൊട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറെ പോലീസ് കേസൊക്കെ ആകുമല്ലോ. എന്നിട്ട് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എങ്ങനെയുണ്ട് രേവതിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊരു പൊട്ടലേ ഉള്ളൂ, സ്റ്റിച്ച് പോലും ഇട്ടിട്ടില്ല, നമുക്കൊരു സ്കാൻ എടുത്ത് നോക്കാമെന്ന് പറയുമ്പോൾ സച്ചിക്ക് പേടിയാവേ. അതെന്താ ഡോക്ടർ സ്കാനിങ്, അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, ഒരു സേഫ്റ്റിക്കായിട്ട് വേണ്ടി ഒരു സ്കാനിങ് എടുക്കാം, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടിയൊക്കെ നോക്കി ഓടിക്കണമെന്നൊക്കെ രേവതിയോട് പറയുന്നുണ്ട് ഡോക്ടർ. എന്നിട്ട് സ്കാനിങ്ങിനായിട്ട് എഴുതിയും കൊടുക്കുന്നുണ്ട്. രേവതി വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചു സച്ചിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കുഴപ്പമില്ല സച്ചിയേട്ടാ, ഞാൻ അവിടെ ഇത്രയും തിരക്ക് പിടിച്ച് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ എടുത്ത് ചാടി ഓരോന്നും ചെയ്യാറ്, ഇപ്പോൾ എൻ്റെ കൂടെ കൂടി നിനക്കും എൻ്റെ സ്വഭാവം വന്നു ചേരുന്നുണ്ട്. രേവതി നീ എന്തിനാ അങ്ങോട്ടേക്കൊക്കെ പോയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ പണ്ടൊക്കെ ഞാനായിരുന്നു സച്ചിയേട്ടനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നത്, ഇപ്പോൾ സച്ചിയേട്ടൻ എന്നെ ഉപദേശിക്കുന്നു, എൻ്റെ സ്വഭാവം ഒരുപാട് മാറിയല്ലേ സച്ചിയേട്ടാ എന്നൊക്കെ രേവതി ചോദിക്കുവാണേ. സിസ്റ്റർ വന്നപ്പോഴേക്കും രേവതിയെ സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ടൈമിലാണ് രേവതിയുടെ അമ്മ വിളിക്കുന്നത്. രേവതിയുടെ അമ്മ വിളിക്കുമ്പോഴേക്കും സച്ചി നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മ വിഷമിക്കരുത്, ടെൻഷനും അടിക്കണ്ട, രേവതിയെ ആൻ്റണി പിടിച്ച് തള്ളി തല ചെറുതായിട്ടൊന്ന് പൊട്ടിയെന്ന് പറയുമ്പോഴേക്കും രേവതിയുടെ അമ്മക്ക് ടെൻഷനാവുകയാണ്. അയ്യോ അവൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ സച്ചി, എനിക്ക് പേടിയാവുന്നു, ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കൊന്നും വേണ്ടമ്മേ, അവൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പൊട്ടലേ ഉള്ളൂ, ഇപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടേയിരിക്കുക, അവൾ തിരിച്ചു വരുമ്പോൾ ഞാൻ അമ്മയെ വിളിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, വേണ്ട മോനെ, ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലോട്ട് വന്നോളാം, എനിക്ക് കേട്ടിട്ട് പേടിയാവുന്നു, പാവം എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണേ. സച്ചി അപ്പോൾ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കല്ലേ, എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്രസ്സ് അയച്ചു തരാം, അമ്മ വന്നോ എന്നൊക്കെ പറയുവാണേ. അമ്മ അവിടെ നിന്ന് വിഷമിക്കുന്ന കാണുമ്പോഴേക്കും ശരത്ത് വരുവാണ്. എന്താ അമ്മ എന്താ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്തിനെ പിടിച്ച് കുറേ തല്ലുന്നുണ്ട്. സമാധാനമായില്ലടാ നിനക്ക്, എന്തിനാ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചതെന്ന് പറഞ്ഞ് ശരത്തിനെ ഒരുപാട് തല്ലുവാണ്. ശരത്തിന് കാര്യം മനസ്സിലാവുന്നില്ല. എന്താ അമ്മ എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും, നീ കാരണമാണ് ഈ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്, നീ കാരണമാണ് എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയത്, നമ്മുടെ അച്ഛൻ പോയത്, നീ കാരണം ഇപ്പോൾ ഈ കുടുംബത്തിൽ എല്ലാവരും ചാകാൻ പോവാ, നിനക്കതല്ലേ സന്തോഷം, ഞങ്ങളെല്ലാവരും ചത്തു കഴിയുമ്പോൾ നീ നിൻ്റെ ആൻ്റണിയുടെ കൂടെ കറങ്ങി നടന്നു, നിനക്കപ്പോൾ സന്തോഷമാവുമല്ലോ എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, എന്താ അമ്മ എന്താ ഈ പറയുന്നേ, നിനക്കിപ്പോൾ പുതിയ ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാ ആൻ്റണി കാരണമാണ്, ആ ആൻ്റണി കാരണം, ആൻ്റണി എന്താ ചെയ്തെന്നറിയോ, നിൻ്റെ ചേച്ചിനെ തള്ളി താഴെ ഇട്ട് അവളുടെ തല പൊട്ടിച്ചു എന്ന് പറയുവാണേ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ചേച്ചിനെ തള്ളി താഴെ ഇട്ടെന്നോ, എന്തിന്, നിൻ്റെ അടുത്ത് അത്രോ സ്നേഹമായി പോയി അവൾക്ക്, നിനക്ക് ഇങ്ങനത്തെ ശീലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചോദിക്കാൻ വേണ്ടി പോയതാന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, ചേച്ചി എന്തിനാ അങ്ങോട്ടേക്ക് പോയത്, അതില്ലടാ പറഞ്ഞത് നിന്നോടുള്ള സ്നേഹം കാരണമെന്ന്, നിനക്കിപ്പോൾ സമാധാനമായില്ലേ, പാവം എൻ്റെ മോള് അടിപെട്ടിപ്പോൾ ഹോസ്പിറ്റലിലാണ്, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോഴേക്കും ശരത്തിനും വിഷമാവുകയാണ്. ചേച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ടമ്മേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇമോഷണൽ ആകുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഇപ്പം അവൻ എങ്ങനെ പൊട്ടിമുളച്ചു ചേച്ചിയുടെ സ്നേഹം, സമാധാനമായല്ലോ നിനക്ക്, ഇനിയെങ്കിലും ആൻ്റണിയുടെ കൂട്ടുകെട്ട് വിടുക എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. ശരത്തിനി ആൻ്റണിയുടെ കൂട്ടുകെട്ടോ വിടോ ഇല്ലയോ എന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.